ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ എന്റെ മെഹന്തിയുടെ തലേന്നത്തെ ദിവസം തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്റെ മെഹന്തിക്ക് എന്റെ ഫ്രണ്ട് തന്നെ ആയിരുന്നു എനിക്ക് മെഹന്തി ഇട്ടുന്നത്. ഓളോ എന്നെ ആർട്ടിസ്റ്റ് ആണ്. ഓളോട് ഞാൻ പിറ്റേ നേരാകുമ്പോഴേക്ക് എത്താൻ പറഞ്ഞുകൊണ്ട് ഞാൻ തലേന്നേ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്റെ മെഹന്തിന്റെ ഫംഗ്ഷൻ വരുന്നത് 19-നാണ്. അപ്പൊ അതിന് മുമ്പായിട്ടുള്ള എന്റെ ലാസ്റ്റ് ഹെന്ന വർക്ക് വരുന്നത് 14-നാണ്. അപ്പൊ ആ ഒരു ബ്രൈഡിന് എന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ കയ്യിൽ ഹെന്നന്റെ സ്റ്റെയിൻ ആവാതിരിക്കാൻ വേണ്ടി. ഞാൻ അവളോട് എന്തിനാ ഇത്രയും നേരത്തെ വരാൻ പറഞ്ഞെന്ന് വെച്ചാൽ അവൾക്കൊരു 5-5.5 മണിക്കൂർ വേണ്ടി വരുന്നായിരുന്നു അവൾ എന്നോട് പറഞ്ഞു. ആ ഒരു സമയമൊക്കെ കണക്കിലെടുത്ത് ഒരു 2:30-ക്കെങ്കിലും മാക്സിമം ഇത് തീർത്തിട്ടാ ഒരു 3 മണിക്കെങ്കിലും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്റെ വേറെയും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരോട് ചേർന്നാണ് ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത്. ഞാൻ എണ്ണ ഇട്ട് കൊടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഉള്ളവരെ എന്നോട് ചോദിക്കലുണ്ട് മാനേജർ ഞാൻ തന്നെ ആയിരിക്കൂലി ഒരു കയ്യിൽ ഇടുക. അവരോടൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ പറയലുണ്ട് ഞാൻ എന്തായാലും എന്റെ കയ്യിൽ ഇടൂല. നമ്മൾ സ്വന്തം കയ്യിൽ ചെറിയ ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോഴല്ല എൽബോ ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കയ്യിൽ എന്റെയും ഗ്രൂമിന്റെയും പേര് ഇടണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ഞങ്ങൾ വിചാരിച്ച സമയത്ത് മെഹന്തി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കഥ പറഞ്ഞ് കുറെ സമയം ഡിലേ ആക്കി. അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡ് ഫിനിഷ് ചെയ്യാണ്ടാണ് നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തത്. അങ്ങനെ മെയിൻ ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് വന്ന ശേഷമാണ് നമ്മൾ ബാക്ക് സൈഡ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ രാത്രി ഒരു 8 മണി ആവാൻ നേരമാണ് അവരത് കംപ്ലീറ്റ് ചെയ്തിട്ട് അവരെന്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനെ അവരെല്ലാം പോയി ഏകദേശം ഒരു 11 മണിയായ സമയത്താണ് ഞാൻ കോണ് മേക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്റെ കസിൻസിനും അവരുടെ മക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ ഫാമിലിയിൽ സ്വന്തമായിട്ട് ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ഉണ്ടാകുമ്പോൾ പിന്നെ അത് സ്വാഭാവികമാണല്ലോ. എനിക്ക് എന്റെ കാലിൽ ഫിറ്റ് തന്നെ ചെയ്യാനുണ്ട്. ഇവർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം എനിക്ക് എന്റെ കാലിൽ ചെയ്യാൻ. അങ്ങനൊക്കെ ആയിരുന്നു ഞാൻ മുൻകൂട്ടി കരുതി. പക്ഷേ അവർക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്ക് 2 മണിയായിട്ടുണ്ട്. എന്നിട്ട് 1-2 പേർക്ക് ഇനിയും ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പൊ അങ്ങനെ ഞാനത് മാറ്റി അവർക്കൊക്കെ കല്യാണത്തിന്റെ തലേന്ന് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായി. ഞാൻ ഫിറ്റ് തന്നെയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതും തലേന്ന് വേണം ചെയ്യാൻ.